അൽ അദ്ഇയത്തു വൽ അദ്കാർ, ദിക്റുകളും ദുആകളും. ഓഡിയോ നമ്പർ 15. നോമ്പുമായി ബന്ധപ്പെട്ട ചില ദിക്ർ ദുആകൾ. നവവി റഹ്മത്തുള്ളാഹി അവരുടെ അൽ അദ്കാറിൽ നിന്ന്. 55. ചന്ദ്രപ്പിറ കാണുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥന. ഇത് എല്ലാ മാസങ്ങളിലും ബാധകമാണ്. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ യുംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വറബ്ബുക്കല്ലാഹ്. അല്ലാഹുമ്മ അല്ലാഹുവേ അഹില്ലഹു അലൈന, ഇതിനെ അതായത് ഹിലാലിനെ ഞങ്ങൾക്ക് മേൽ നീ ഉദിപ്പിക്കണേ. ബിൽ യുംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി. യുംന് ബറക്കത്ത്, അനുഗ്രഹം. ചില റിപ്പോർട്ടുകളിൽ അംന് എന്ന് വന്നിട്ടുണ്ട്. വൽ ഈമാനി സത്യവിശ്വാസം. വസ്സലാമത്തി സലാമത്ത് രക്ഷ. വൽ ഇസ്ലാം ഇസ്ലാം. ഈ കാര്യങ്ങളിലായിക്കൊണ്ട് ഞങ്ങൾക്ക് നീ ഹിലാലിനെ ഉദിപ്പിക്കണേ. റബ്ബി വ റബ്ബുക്കല്ലാഹ്, അത് ഹിലാലിനെ അഭിസംബോധന ചെയ്ത് പറയുന്നതാണ്. എൻ്റെ റബ്ബും നിൻ്റെ റബ്ബും അള്ളാഹുവാണ് എന്ന്. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ യുംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ്. 56. ഇഫ്താർ, അതായത് നോമ്പ് തുറക്കൽ സമയത്തെ ദിക്ർ. റഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. റഹബൽ ലമഉ, ദാഹം ശമിച്ചു. വബ്തല്ലത്തിൽ ഉറൂഖു, ഞരമ്പുകൾ നനഞ്ഞു അല്ലെങ്കിൽ കുഴലുകൾ നനഞ്ഞു. വസബതൽ അജ്റു, കൂലി പ്രതിഫലം സ്ഥിരപ്പെട്ടു. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അബൂ ദാവൂദ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായി ഉത്തരം ലഭിക്കുന്ന സമയമാണ്. ആ സമയം സലഫു സ്വാലിഹ്യങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു എന്ന സഹാബി നോമ്പ് തുറന്നാൽ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ഷൈഇൻ അൻ തഗ്ഫിറ ലി. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിശ്ചയം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ബിറഹ്മതിക, നിൻ്റെ അനുഗ്രഹം കൊണ്ട്. അല്ലത്തി, എങ്ങനെയുള്ള അനുഗ്രഹം? വസിഅത് കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും പൊതിഞ്ഞിരിക്കുന്ന. അൻ തഗ്ഫിറ ലി, നീ എനിക്ക് പുറത്തു തരണമെന്ന്, അതായത് എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണമെന്ന്. ചില റിപ്പോർട്ടുകളിൽ അൻ തഗ്ഫിറ ലി ദുനൂബി എന്ന് കൂടിയുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന, യാ വാസിഅൽ മഗ്ഫിറതി യഗ്ഫിർ ലി, മഗ്ഫിറത്ത് വിശാലമായവനെ എനിക്ക് നീ പുറത്തു തരണമേ എന്ന്. ഇങ്ങനെ റിപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഇതിൽ റഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്നതാണ് സ്ഥിരപ്പെട്ട ദിക്ർ. മറ്റുള്ളത് സഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഏതായാലും ഈ പ്രാർത്ഥനകളൊക്കെ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഈ നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മളപ്പോൾ ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അക്കല ത്വആമകുമുൽ അബ്റാർ വസല്ലത്ത് അലൈക്കുമുൽ മലായികത്തു വഅഫ്തറ ഇൻദകുമുസ് സ്വായിമൂൻ. അക്കല ത്വആമകുമുൽ അബ്റാർ, പുണ്യവാന്മാർ താങ്കളുടെ ഭക്ഷണം കഴിക്കട്ടെ. വസല്ലത്ത് അലൈക്കുമുൽ മലായികത്തു, താങ്കൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കട്ടെ. വഅഫ്തറ ഇൻദകുമുസ് സ്വായിമൂൻ, താങ്കളുടെ അടുത്ത് നോമ്പുകാർ നോമ്പ് തുറക്കട്ടെ എന്ന്. ഇതുകൂടാതെ ഭക്ഷണം നൽകിയ ആതിഥേയന് വേണ്ടി അതിഥി പ്രാർത്ഥിക്കൽ സുന്നത്തുള്ള പൊതുവായ പ്രാർത്ഥന ഉണ്ട്. നോമ്പാണെങ്കിലും അല്ലെങ്കിലൊക്കെ, നോമ്പ് തുറയാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒരാൾ നമുക്ക് ഭക്ഷണം നൽകിയാൽ അയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിക് ലഹും, ഇവർക്ക് നീ, അതായത് ഈ വീട്ടുകാർക്ക് നീ ബറക്കത്ത് ചെയ്യണേ. ഫീമാ റസഖ്തഹും, നീ അവർക്ക് നൽകിയതിൽ. വഗ്ഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കണമേ. വർഹംഹും, നീ അവർക്ക് കരുണ ചെയ്യുകയും ചെയ്യണമേ. മുസ്ലിം. ഇനി നോമ്പ് തുറന്നാലുള്ള പ്രാർത്ഥന നമ്മൾ പറഞ്ഞു. ദിക്ർ റഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്നതാണ്. പക്ഷെ ഭക്ഷണം കഴിച്ചാൽ പൊതുവായിട്ടുള്ള ദിക്റുകളുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനിഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. അതുപോലുള്ള ദിക്റുകൾ ധാരാളം ഹദീസുകളിലൊക്കെ കാണാം. അതും പ്രാർത്ഥിക്കൽ അല്ലെങ്കിൽ ദിക്റുകൾ ചൊല്ലൽ സുന്നത്തുണ്ട്.